ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഉസൂലുസ് സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ്. മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഖബറിൽ ചോദിക്കാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങളാണ്. നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ, നിന്റെ ദീൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്ലാം എന്ന് ഉത്തരം പറയാൻ കഴിയണം. നിന്റെ നബി ആരാ എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉത്തരം പറയാൻ കഴിയണം. അതിനാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ ഈമാൻ്റെ തൂണുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തൂണുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ തൂണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. ആ ഗ്രന്ഥങ്ങൾ അള്ളാഹു ദൂതന്മാർക്ക് ഇറക്കിക്കൊടുത്തതാണ് മനുഷ്യരെ സന്മാർഗത്തിലാക്കാൻ. നമ്മൾ വിശ്വസിക്കുന്നു അവ അള്ളാഹുവിൻ്റെ വാക്കാണ്, സത്യത്തിൽ അള്ളാഹുവിൻ്റെ വാക്കാണ്. ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഗ്രന്ഥങ്ങളും അള്ളാഹു പേര് നൽകാതെ പറഞ്ഞവയും. അള്ളാഹു നമ്മളോട് പേരെടുത്ത് പറഞ്ഞവയിൽപ്പെട്ടതാണ് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, പിന്നെ ഖുർആൻ, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും ഏടുകൾ. അതുകൊണ്ട് നമ്മൾ അതിലെല്ലാം വിശ്വസിക്കുന്നു. അള്ളാഹു പേര് കൊടുക്കാത്തവയിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൂർവിക ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പൊതുവായിട്ടുള്ള വിശ്വാസമാണ്. ഖുർആനിലുള്ള വിശ്വാസം അത് വിശദമായിട്ട് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിലുള്ള വിശ്വാസമാണ്. കാരണം അത് നമ്മുടെ ഗ്രന്ഥമാണ്. അത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരു ആയത്ത് തള്ളിയാൽ അല്ലെങ്കിൽ ഒരു അക്ഷരം തള്ളിയാൽ അവൻ അവിശ്വാസിയാകും, അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും. അതേപോലെ ഖുർആനിൽ ചിലതിൽ വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്താൽ അവൻ അവിശ്വാസിയാകും. അതേപോലെ ആരെങ്കിലും ചില ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, ചില ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അവനും അവിശ്വാസിയാകും. ആരെങ്കിലും പറയുന്നു ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിശ്വാസിയാകും. അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയാണ് ഞാൻ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നു, പക്ഷേ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഇറക്കിക്കൊടുത്ത സബൂറിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിശ്വാസിയാണ്. അള്ളാഹു പറഞ്ഞു വ ആതൈന ദാവൂദ സബൂറ, ദാവൂദിന് നാം സബൂർ നൽകുകയും ചെയ്തു. സൂറത്തുൻ നിസ 4-ാം അധ്യായം 163-ാം വചനാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകളെ തള്ളിക്കളയുകയാണ്, അപ്പോൾ അവൻ അവിശ്വാസിയായി. കാരണം അവൻ അള്ളാഹുവിനെ കളവാക്കി, അവൻ്റെ ദൂതന്മാരെയും കളവാക്കി. അതുകൊണ്ട് അവൻ അവിശ്വാസിയാണ്. കാരണം അവൻ ഈമാനിൻ്റെ ഒരു തൂണിനെ, ഒരു സ്തംഭത്തെ തള്ളിക്കളഞ്ഞു. 4-ാമത്തെ തൂണാണ് ദൂതന്മാരിലുള്ള വിശ്വാസം. എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കണം. ആദ്യത്തെ ദൂതൻ മുതൽ അവസാനത്തെ ദൂതൻ വരെ, അള്ളാഹു പേരെടുത്ത് പറഞ്ഞവരും പേരെടുത്ത് പറയാത്തവരും, അവരിലെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന അവരെല്ലാം സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് അലൈഹിമുസ്സലാം. അവർ സന്ദേശവും കൊണ്ടുവന്നു, അവരുടെ സമൂഹത്തിലേക്ക് ആ സന്ദേശം എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നബിയിൽ അവിശ്വസിച്ചാൽ അവൻ എല്ലാ ദൂതന്മാരിലും അവിശ്വസിച്ചതുപോലെയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫർരിഖു ബൈനല്ലാഹി വറുസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബാദിൻ നക്ഫുറു ബിബാദിൻ വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ
കാഫിറൂൻ ഹക്കൻ ഉലായിക ഹുമുൽ കാഫിറൂന ഹക്കൻ വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീമാ വല്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി വലം യുഫർരിഖു ബൈന അഹദിൻ മിൻഹും ഉലായിക സൗഫ യൂതീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. തീർച്ചയായും ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും അതിൽ അള്ളാഹുവും അവൻ്റെ ദൂതന്മാരും തമ്മിൽ വേർതിരിവുണ്ടാക്കുകയും ആഗ്രഹിച്ചാൽ, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നാൽ ദൂതന്മാരിൽ അവിശ്വസിക്കുന്നു, എന്നിട്ട് അവർ പറയുന്നു നമ്മൾ ചിലതിൽ വിശ്വസിക്കുന്നു ചിലതിൽ അവിശ്വസിക്കുന്നു, എന്നിട്ട് അതിനിടയിലുള്ള ഒരു മാർഗം അവർ സ്വീകരിക്കുന്നു, അവർ സത്യത്തിൽ അവിശ്വാസികളാണ്. അവർക്ക് നിന്ദ്യമായ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ അവിശ്വാസികൾക്ക് ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു, ദൂതന്മാരിൽ തമ്മിൽ യാതൊരു വേർതിരിവും കാണിക്കുന്നില്ല, അവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്, അവരുടെ പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും ഏറ്റവും കാരുണ്യവാനുമാണ്. ഇത് സൂറത്ത് നിസ 4-ാം അധ്യായം 150-152 വചനങ്ങളാണ്. അതുകൊണ്ട് ഒരു ദൂതനിൽ അവിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രവാചകനിൽ അവിശ്വസിച്ചാൽ അവൻ എല്ലാവരിലും അവിശ്വസിച്ചു. അള്ളാഹു പറഞ്ഞതുപോലെ കസ്സബത് ഖൗമു നൂഹിൻ മുർസലീൻ, നൂഹിന്റെ ജനത ദൂതന്മാരെ കളവാക്കി. സൂറത്ത് അശൂറ 26-ാം അധ്യായം 105-ാം വചനാണ്. ഇത് നൂഹിനെ കൂടി അവിശ്വസിച്ചതിന് തുല്യാണ്. അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നൂഹിനെ തള്ളിക്കളഞ്ഞതോടെ അവർ മറ്റുള്ള ദൂതന്മാരെയും തള്ളിയത് പോലെ ആയി. അതുപോലെ ആരെങ്കിലും ഈസ അലൈഹി ഇസ്ലാമിൽ അവിശ്വസിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ചു ജൂതന്മാരെ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ചു ക്രിസ്ത്യന്മാരെ പോലെ, അങ്ങനെയാകുമ്പോൾ അവർ എല്ലാവരിലും അവിശ്വസിച്ചു. അതുകൊണ്ട് നിർബന്ധമാണ് എല്ലാ ദൂതന്മാരിലും നമുക്ക് വിശ്വാസമുണ്ടാകണം. അള്ളാഹു പേരെടുത്ത് പറഞ്ഞവരും അള്ളാഹു പേരുകൊണ്ട് പറയാത്തവരും. അള്ളാഹ് ചിലരെ പേരെടുത്ത് പറഞ്ഞത് സൂറത്ത് അന്നാമിൽ വന്നിട്ടുണ്ട്. വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹീമ അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാഉ ഇന്ന റബ്ബക ഹകീമുൻ അലീം വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂന വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ്യ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വൽയസ വയൂനുസ വലൂത വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. അതാണ് നമ്മുടെ തെളിവ്. നമ്മൾ അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ജനതക്ക്. നാം ഉദ്ദേശിക്കുന്നവരെ നാം ഉയർത്തുന്നു. തീർച്ചയായും നിന്റെ റബ്ബ് ഏറ്റവും യുക്തിമാനും ഏറ്റവും എല്ലാം അറിയുന്നവനുമാകുന്നു. നാം അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെ നൽകി, യാക്കൂബിനെയും നൽകി. അവരോരോരാളെയും നാം സന്മാർഗത്തിലാക്കി. അദ്ദേഹത്തിന് മുമ്പ് നാം നൂഹിനെയും നൂഹിൻ്റെ സന്തതിയിൽപ്പെട്ട ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസയെയും ഹാറൂനെയും എല്ലാം സന്മാർഗത്തിലാക്കി. അങ്ങനെയാണ് നാം നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകുന്നത്. സക്കരിയ, യഹിയ, ഈസ, ഇലിയാസ് അവർ ഓരോരുത്തരും സൽവൃത്തരായിരുന്നു. ഇസ്മായിൽ, ഈസ, യൂനുസ്, ലൂത്ത് അവരോരോരുത്തരും നാം ലോകരുടെ മോൾ നാം അവരെ നാം അനുഗ്രഹിച്ചു. അപ്പോൾ അള്ളാഹു പൊതുവായിട്ട്
ചിലരെ ഈ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു വചനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു പേരെടുത്ത് പറഞ്ഞവരെയും അവരിൽ നിന്നുള്ള പേരെടുത്ത് പറയാത്തവരെയും എല്ലാവരിലും നമ്മൾ വിശ്വസിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.